ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ ചമ്മന്തിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഈ രീതിയിലാണ് റെഡിയാക്കി നോക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ തേങ്ങ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ തേങ്ങയാണ്. ഫസ്റ്റ് ഒരു 5 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 തേങ്ങ പൊട്ടിച്ച് ഫസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് എടുത്തു. അതിനുശേഷം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചിരുകി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ നന്നായിട്ട് തന്നെ അത്യാവശ്യം തിരുകിയിട്ടുണ്ട് എങ്കിലും ഇതെടുത്ത് വരുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ നമ്മളിത് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാല് ഫസ്റ്റ് സ്റ്റെപ്പിൽ ആ പാലൊന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷമാണ് ആ പീര എടുക്കുന്നത്. കാരണം ആ പാല് മൊത്തത്തിലിടുകയാണെങ്കിൽ ഒരു കുഴഞ്ഞ് ഇരിക്കും വെളിച്ചെണ്ണ. അതിനുശേഷം ആ ഒരു തേങ്ങ മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ അതവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ചേറെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ തേങ്ങ ഒരു ഉരുളിയിലേക്ക് മാറ്റി അതിലേക്കൊരു 4-5 ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു തേങ്ങ നല്ല രീതിയിലൊന്ന് മൂത്ത് വിടണം. അതായത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ ഈ തേങ്ങ വറുത്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നിടം വരെ നമ്മൾ വേറെ ഒന്നും അതിലേക്ക് ഇട്ട് കൊടുക്കില്ല. അപ്പം വേറൊരു പാനിലേക്ക് നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് മൂപ്പിക്കണം. അപ്പം നമ്മുടെ ആ ഒരു തേങ്ങ മൂത്ത് വരുമ്പോൾ കാണുന്ന ആ ഒരു പരുവമാണ് ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം. ഇതായിട്ടില്ല എങ്കിലും ആ ഒരു കളറൊന്ന് ചേഞ്ചായി ആ ഒരു തേങ്ങയിലെ വെളിച്ചെണ്ണയൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു എന്താ പറയണ്ടേ, ഈ ഒരു രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പുറത്ത് സൂക്ഷിക്കാം. ഒരിക്കലും ഇത് കേടായി പോകില്ല. അതിനുശേഷം അതിലേക്ക് കുറച്ചേറെ പെരുംജീരകം ഇട്ട് കൊടുത്തു. അളവില്ല, തേങ്ങ എടുക്കുന്ന അളവ് അങ്ങനെയൊന്നുമില്ല. തേങ്ങയുടെ അളവിനനുസരിച്ച് അതിൽ കൂടുതൽ വേണമെങ്കിലും ഇടാം. അപ്പോൾ അത്രത്തോളം നമ്മൾ പെരുംജീരകം ഇട്ടതിന് ശേഷം ആ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് അതൊന്ന് ഒടിഞ്ഞു വരുന്ന പരുവത്തിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു മുളക് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ചേറെ കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുരുമുളകും ഈ വറ്റൽമുളകുമായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുരുമുളകും അത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ചേറെ തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ചമ്മന്തി. അതിനുശേഷം നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് എന്താ പറയണ്ടേ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുരുമുളകും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളക് വറുത്തതും ഈ മുളക് വറുത്തതും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം അതിന് ശേഷം കുരുമുളക് ഒന്നും കൂടെ വറുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം ചെമ്മീൻ ഒരു മുറത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ചിരട്ട ഉപയോഗിച്ച് അതിൻ്റെ തല ഒടിച്ചെടുക്കുന്നൊരു രീതിയാണിത്. നന്നായിട്ട് തന്നെ അതിൻ്റെ തല ഒടിഞ്ഞു വരും. എന്നിട്ട് നമ്മളൊന്ന് പാറ്റി കൊടുത്താൽ അതിൻ്റെ ആ ഒരു അഴുക്കെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. അതിനുശേഷം നന്നായിട്ട് ഒന്ന് പാറ്റി വൃത്തിയാക്കി എടുക്കണം. പാറ്റി വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ആ ഒരു ചെമ്മീൻ്റെ ഒരു അളവ് വളരെ കുറഞ്ഞു വരും. നമ്മളിപ്പോൾ 2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പകുതിയെ 20 ശേഷം കാണും. അപ്പം നന്നായിട്ട് തന്നെ ആ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ആ ചെമ്മീനിലെ ആ ഒരു അഴുക്കും അതെല്ലാം ഈ ചിരട്ട ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ പോകും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ തല ഒടിച്ച് കളയാൻ നിൽക്കുന്ന ആ ഒരു പരിപാടിക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇതൊരു എളുപ്പ പരിപാടിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷം അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് ഫസ്റ്റ് പ്രോസസ്സാണ്. ഇതിന് ശേഷം പിന്നെയും ഇതൊന്ന് വറുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ രീതി ചെയ്യും. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഇതിൻ്റെ തല ഒടിച്ചതിന് ശേഷം വീണ്ടും ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുളകിൻ്റെ ഞെട്ടൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കണം. നന്നായിട്ട് അതിൻ്റെ ഞെട്ട് കളഞ്ഞതിന് ശേഷം അതൊന്ന് കുരുമുളകുമായിട്ടൊന്ന് പാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ജാർ എടുത്തിട്ട് ആ ജാറിലേക്ക് ഈ മുളക് നന്നായിട്ട് പൊടിച്ച് മാറ്റണം. നന്നായിട്ട് തന്നെ പൊടിച്ച് മാറ്റണം മുളക്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആണ് പൊടിച്ചത്. മുളക് പൊടിഞ്ഞ് വന്നതിന് ശേഷം കുരുമുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് പുളി ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് ആറി സെറ്റായിട്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ മുളകും കുരുമുളകൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെമ്മീനും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ അതിനുശേഷം നമ്മുടെ മുളക് നന്നായിട്ട് തന്നെ വറുത്ത് സെറ്റാക്കി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. സെപ്പറേറ്റാണ് പൊടിച്ചെടുത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ പൊടിച്ച് മാറ്റി. അതിനുശേഷം നമ്മുടെ തേങ്ങയും ആ ഒരു ചെമ്മീനും നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പം തേങ്ങ വേറെ ചെമ്മീൻ വേറെ ആയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്, ഒന്നിച്ച് പൊടിച്ചിട്ടില്ല. കാരണം ഒന്നിച്ച് പൊടിച്ചാലെന്ന് പറഞ്ഞാൽ അത് പൊടിയത്തില്ല, മാത്രമല്ല കൊഴിഞ്ഞും പോകും. അതിനുശേഷം നമ്മൾ തേങ്ങയും ചെമ്മീനും മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ പൊടിച്ചെടുക്കണം. ഒന്നും കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കാരണം അല്ലെങ്കിൽ അതിനകത്ത് ആ ഉപ്പ് പിടിക്കില്ല. ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരുമിച്ച് കിട്ടില്ല. കാരണം മിക്സിയുടെ ജാറിൽ തന്നെ ഉപ്പ് ഇട്ട് പൊടിച്ചെടുക്കണം. അല്ലാതെ നമ്മൾ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്താൽ രണ്ടിലേക്കും പിടിക്കില്ല. അപ്പം ആ ഒരു മിക്സിയിൽ ജാറിലേക്ക് അതെടുത്തിട്ട് നല്ല രീതിയിൽ ഉപ്പും കൂടി ഇട്ട് പൊടിച്ചതിന് ശേഷം, അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പുളിയുടെ അളവും കുറവാണെങ്കിൽ പുളിയും നമുക്ക് ഈ രീതിയിൽ തന്നെ പൊടിച്ച് ചേർക്കാൻ പറ്റും. അപ്പോൾ ഉപ്പും പുളിയും ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ എത്ര നോക്കിയാലും ചിലപ്പോൾ കുറച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം നല്ല സെറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ടൊക്കെ നല്ല അടിപൊളി ചമ്മന്തിയാണിത്. എല്ലാവരും ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കുക. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ചമ്മന്തി